Your attention please. Hijrah number 1447, Ramadan month will end shortly. പരിശുദ്ധ റമദാൻ അവസാനത്തിലേക്ക് നിങ്ങൾ പ്ലാറ്റ്ഫോമിലെത്തുമ്പോൾ ഇതാ ട്രെയിൻ പുറപ്പെടാനായിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മാനസിക അവസ്ഥ എന്തായിരിക്കും? എങ്ങനെയെങ്കിലും ട്രെയിനിൽ കയറിക്കൂടണം എന്നാണ്. എന്നാൽ റമദാനാവുന്ന അതിഥീത നമ്മിൽ നിന്ന് യാത്ര പോവാൻ ഒരുങ്ങുകയാണ്. ഇന്ന് പരിശുദ്ധമായ റമദാനിൻ്റെ 27, ഇനി 27, 28, 29 നോമ്പുകളാണ് നമുക്കുള്ളത്. അതായത് കൂടി വന്നാൽ 2 തറാവീഹും 3 നോമ്പും. ഇനി ഒന്നുകൂടി കിട്ടുന്നുണ്ടെങ്കിൽ 3, 4, അതൊരു സംശയവും. അപ്പോൾ വിട പറയുന്ന റമദാൻ മാസത്തെ നോക്കി മഹാനായ അലി റളിയല്ലാഹു അൻഹു വേദനയോടുകൂടി പാടിയ വരികൾ ഇങ്ങനെ നമുക്ക് കേൾക്കാം. ആയുഷഹിരിൻ കത്തവല്ല യാ ഇബാദല്ലാഹി അന്ന ഹുക്കാൻ ബികി അലൈഹി ബിദിമാഇൻ ലൗ അഖല്ല കൈഫ ലാ നബികി ലിശഹിരിൻ മറ ബിൽ ഗഫലതി അന്ന ثم لا نعلم أن قد قبلنا أو تريدنا أو حرمنا. അടിമകളെ, പരിശുദ്ധ റമദാനിത വിട പറയുന്നു. ഹുക്കാൻ നബ്കി അലൈഹി, ആ മാസത്തിൻ്റെ മേൽ കരയുക. ബുദ്ധിയുള്ളവർ കരയുക അവർക്ക് കടമയാണ്, അവകാശമാണ്. കൈഫലാ നബ്കി, എങ്ങനെ കരയാതിരിക്കും? കാരണം ഈ മാസം അശ്രദ്ധമായി നന്മകളൊന്നും കൂടുതൽ ചെയ്യാതെ, തൗബ പോലും ചെയ്യാതെ ചിലപ്പോൾ ചില ആളുകൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് എങ്ങനെ കരയാതിരിക്കും? പിന്നെയോ നാം അറിയില്ല നാം മഖബൂലിങ്ങളുടെ കൂട്ടത്തിലാണോ അല്ല മഹറൂമിങ്ങളിലാണോ, നാം സ്വീകരിക്കപ്പെട്ടവരാണോ തള്ളപ്പെട്ടവരാണോ? ഏതായാലും പടച്ച റബ്ബിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷിക്കാനാണ് അടിമ നമ്മോട് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ, മഖബൂലിങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തണേ, മൗതൂക്കികളുടെ കൂട്ടത്തിൽ ഇത്തക്ക് ലഭിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുത്തണേ, നമ്മയും നമ്മൾ മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തണേ. ഒന്നുകൂടി തീരാനാവുന്ന സമയത്ത് കൂടുതൽ നന്മകൾ ചെയ്ത് ഈ റമദാനെ യാത്രയക്കണം. മുത്തക്കി എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് റമദാനിൽ നമുക്ക് നേടിയെടുക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. ആമീൻ.